2024 ഡിസംബർ മാസം മലയാളത്തിന് നഷ്ടമായത് വാക്കിൻ്റെ കുലപതിയായ MTയെയാണ്. MT എന്ന ആ മഹാമേരുവിനെ നമുക്ക് നഷ്ടമായെങ്കിലും അദ്ദേഹം ബാക്കിവെച്ച അക്ഷരത്തുണ്ടുകൾ ദേവദാരു മരങ്ങൾ പോലെ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുമെന്നത് ഉറപ്പാണ്. 1984 ഡിസംബറിലാണ് MT എഴുതിയ രണ്ടാം മൂഴത്തിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത്. മഹാഭാരതമെന്ന ഇതിഹാസത്തിൽ നിന്ന് ഇറങ്ങി വന്ന പച്ച മനുഷ്യനായ ഭീമസേനൻ്റെ കഥ പറഞ്ഞ ആ രണ്ടാം മൂഴത്തെക്കുറിച്ചാണ് വാക്കിടത്തിൽ ഇന്ന് പറയാനുള്ളത്. ആദ്യ പതിപ്പ് പുറത്തിറങ്ങി 40 വർഷങ്ങൾക്കിപ്പുറവും രണ്ടാം മൂഴം നമ്മുടെ വായനാ പരിസരങ്ങളിൽ ഒന്നാമനായി തന്നെ തുടരുകയാണ്. ഇതിഹാസ കഥാപാത്രമായ ഭീമൻ്റെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരതത്തിനെ പുനരാഖ്യാനം ചെയ്യുന്ന ഈ നോവൽ മലയാളത്തിലെ ക്ലാസിക് നോവലുകളിൽ ഒന്നാണ്. പഞ്ചപാണ്ഡവരിലെ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞു മാത്രമേ മഹാഭാരതത്തിൽ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ സർവ്വ ഇടങ്ങളിലും രണ്ടാം മൂഴക്കാരനായ തിരസ്കൃതനായി മാറുന്ന ഭീമൻ്റെ ആലോചനകളിലൂടെയാണ് MT രണ്ടാം മൂഴം എന്ന നോവലിൻ്റെ ആഖ്യാനം നിർവഹിക്കുന്നത്. സത്യത്തിൽ മഹാഭാരതം ഭീമൻ്റെ കഥയാണെന്ന് രണ്ടാം മൂഴം വായിച്ചതിന് ശേഷം തോന്നിപ്പോയാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അത്രമാത്രം ഭീമൻ എന്ന കഥാപാത്രം ഈ നോവൽ വായിച്ചു കഴിഞ്ഞ ശേഷവും വായനക്കാരനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പാണ്ഡവരിൽ രണ്ടാമനും അപൂർണനെന്ന സ്വയം ഉത്തമ ബോധ്യവുമുള്ള ഭീമസേനൻ എന്ന പരാജിതനായ മകൻ്റെ, കാമുകൻ്റെ, സഹോദരൻ്റെ, ഭർത്താവിൻ്റെ, പിതാവിൻ്റെ, യോദ്ധാവിൻ്റെ ചിതറിയ ചിന്തകളിലൂടെയുള്ള ദീർഘമായൊരു യാത്രയാണ് രണ്ടാം മൂഴം. ഭീമസേനൻ എന്നാൽ അമാനുഷികനാണെന്ന് മാത്രം ഉറപ്പിച്ചിരുന്ന നമ്മുടെ ചിന്തകളിലേക്ക് ജനനത്തിൽ മാത്രമല്ല അധ്യയനത്തിലും ദാമ്പത്യത്തിലും എന്തിന് ജീവിതത്തിൽ തന്നെയും രണ്ടാം മൂഴക്കാരനായ പുരുഷത്വത്തിൻ്റെ സമസ്ത ഭാവങ്ങളിലും പരാജയത്തിൻ്റെയും അവഗണനയുടെയും കൈപ്പുരുചിച്ച ഭീമനെയാണ് MT ഈ നോവലിൽ വരച്ചിടുന്നത്. ഗദായുദ്ധത്തിലും മല്ലയുദ്ധത്തിലും വിദഗ്ധനായ ഒരു കേവല യോദ്ധാവായിട്ടല്ല MT ഭീമനെ ഇതിൽ കാണുന്നത്. അയാളുടെ ആത്മവ്യതകളെ തൊട്ടറിഞ്ഞ് അവയെ സാർത്ഥകമായി സന്ദർഭാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുത്ത് അക്ഷരങ്ങളിലേക്ക് പകർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ബാല്യം മുതൽക്ക് തന്നെ സമാനതകളില്ലാത്ത ക്ലേശങ്ങൾ അനുഭവിച്ച മന്ദനെന്ന് മുതിർന്നവരാൽ പരിഹസിക്കപ്പെട്ട ഭീമനെ നമുക്ക് രണ്ടാം മൂഴത്തിൽ കാണാം. പാഞ്ചാലിയോടുള്ള തീവ്രമായ പ്രണയം ഒരു വശത്ത് ഉള്ളപ്പോൾ തന്നെ തൻ്റെ മറ്റ് ഭാര്യമാരായ ഹിഡുംബിയോടും ബലന്ധരയോടും താൻ കാണിച്ചിട്ടുള്ള അവഗണനയെക്കുറിച്ചോർത്ത് പരിതപിക്കുന്ന ഭീമനെയും നമുക്ക് ഈ നോവലിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. സഹോദരൻ എന്ന നിലയിൽ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുമ്പോഴും അച്ഛൻ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലുമുള്ള തൻ്റെ പരാജയം ഭീമൻ തുറന്നു പറയുന്നുണ്ട്. സ്വന്തം മകൻ്റെ മരണം ആഘോഷിക്കപ്പെടുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ യുദ്ധക്കളത്തിൽ ഈ ധീരയോദ്ധാവിന് ആകുന്നുള്ളൂ. ജ്ഞാനപീഠ ജേതാവ് കൂടിയായ MT വാസുദേവൻ നായരുടെ മാസ്റ്റർ പീസാണ് രണ്ടാം മൂഴം. അന്നുവരെ മഹാഭാരതം വായിച്ചവർ ആരും കണ്ടെത്താത്ത യുക്തിപരമായ പല നിരീക്ഷണങ്ങളുമായിട്ടാണ് ഈ നോവൽ വായനക്കാരനെ തേടിയെത്തിയത്. പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട രണ്ടാം മൂഴം 1985 വയലാർ അവാർഡിനും 1994 മുട്ടത്ത് വർക്കി അവാർഡിനും അർഹമായിട്ടുണ്ട്. 1984 ജൂൺ 25 കലാകൗമുദിയിലാണ് രണ്ടാം മൂഴം എന്ന നോവൽ ആരംഭിച്ചത്. രണ്ടാം മൂഴത്തിനു വേണ്ടി ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ചിട്ട രേഖാചിത്രങ്ങൾ വായനക്കാരുടെ മനസ്സിൽ ഇന്നും തുടിക്കുന്ന അനശ്വര കഥാപാത്രങ്ങളായി തുടരുകയാണ്. ഇംഗ്ലീഷിൽ ആദ്യമായി രണ്ടാം മൂഴം വിവർത്തനം ചെയ്തത് ബോംബെയിലെ മലയാളി പത്രപ്രവർത്തകനായ PK രവീന്ദ്രനാഥായിരുന്നു. 1977 ദ സെക്കൻഡ് ടേൺ എന്ന പേരിലാണ് അത് പുറത്തിറങ്ങിയത്. പിന്നീട് 16 വർഷത്തിന് ശേഷം ഗീതാ കൃഷ്ണൻകുട്ടി ദ ഭീമ ലോൺ വാരിയർ എന്ന പേരിൽ 2013 പുതിയൊരു പരിഭാഷ ഇംഗ്ലീഷിൽ പുറത്തിറക്കിയിട്ടുണ്ട്. കൊടുങ്കാറ്റുകളെ ചങ്ങലക്കിട്ട് നടക്കുന്ന ദേവ, ഇവിടെ ഞാനുണ്ട്, അവിടുത്തെ മകനായ 5 വയസ്സുള്ള ഒരു ഉണ്ണി എന്ന് ഭീമനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് രണ്ടാം മൂഴത്തിൽ MT. രണ്ടാം മൂഴം വായിച്ചവർക്കൊക്കെ ഇത്തരത്തിലുള്ള പല വാചകങ്ങളും അവരുടെ ഓർമ്മയിൽ തങ്ങി നിന്നേക്കാം. അത്തരത്തിൽ നിങ്ങൾ ഓർത്തുവെക്കുന്ന വാചകങ്ങൾ ഇവിടെ പങ്കിടുമെന്ന് വിചാരിക്കട്ടെ. ഒപ്പം മലയാളത്തിലെ മികച്ച 10 നോവലുകളിൽ ഒന്ന് എന്ന് വിളിക്കപ്പെടാവുന്ന രണ്ടാം മൂഴം ഒരിക്കൽ കൂടി വായിക്കാൻ നിങ്ങളെ വാക്കിടത്തിൻ്റെ ഈ എപ്പിസോഡ് പ്രേരിപ്പിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു.